എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിതരണമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. നിലവിൽ 21ാമത്തെ ഗഡുവിതരണം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നിരവധി ആൾക്കാർക്കാണ് ആ ഒരു തുക വിതരണം മുടങ്ങിയിരിക്കുന്നത്. നിലവിൽ നമ്മുടെ PFMS ബ്ലോക്കാണ്, നമ്മുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ബ്ലോക്കാണ്. എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട് PFMS വർക്ക് ആവുന്നില്ല. ഇപ്പോൾ PM കിസാന്റെ വിതരണം കഴിഞ്ഞ ശേഷം PM കിസാന്റെ വെബ്സൈറ്റും ഇപ്പോൾ ഒന്നും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ നിരവധി അപ്ഡേഷൻ ആ PM കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 21 കിട്ടിയവരായാലും ഇനിയിപ്പോൾ മുടങ്ങിയിട്ടുള്ളവരായാലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ EKYC നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്റ്റാറ്റസിൽ അവിടെ എല്ലാം എസ് തന്നെ കാണിച്ചതായാലും നമ്മൾ EKYC നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി PM കിസാൻ സമ്മാൻ നിധിയുടെ മൊബൈൽ ആപ്പ് ഉണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ PM കിസാൻ ഗോൾ എന്നുള്ളത്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങളുടെ EKYC അവിടെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. നമ്മുടെ സ്റ്റാറ്റസിൽ അവിടെ EKYC യെസ് ആണെങ്കിലും നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ EKYC ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണിൽ ആ ഒരു ആപ്പ് ഉപയോഗിക്കുക. ആ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫോട്ടോ സെൽഫി എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ EKYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് എങ്ങും പോകേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെയും PM കിസാൻ സമ്മാൻ നിധിയുടെ ഉപകരണങ്ങളൊന്നും തന്നെയും മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 22ാമത്തെ ഗഡുവിതരണം പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനുവരി 1 മുതൽ ഡിജിറ്റൽ കാർഡ് നമ്മുടെ ഭൂമി വിവരങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഫോട്ടോ പതിച്ചൊരു ഡിജിറ്റൽ കാർഡ് വരുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അത് PM കിസാൻ സമ്മാൻ നിധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി ആണ്. നമ്മുടെ ഫാർമർ ഐ ഡി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫാർമർ ഐ ഡി രജിസ്റ്റർ ചെയ്ത് അപ്രൂവൽ ആവുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലേക്ക് ഇത് അപ്ഡേറ്റ് ആവുകയാണ്. നമ്മുടെ ഫാർമർ ഐ ഡി ഓട്ടോമാറ്റിക്കൽ അപ്ഡേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാർഡ് എടുത്ത് കൈ സൂക്ഷിക്കണം എന്നുള്ള കാര്യം നിർബന്ധമുള്ള ഒന്നും ഒരു കാര്യമേ അല്ല. കാരണം നമുക്കത് ലിങ്ക് ആയിരിക്കുകയാണ്. നമ്മുടെ ഫാർമർ ഐ ഡി നമ്മുടെ ആധാർ കാർഡുമായിട്ട് അത് ലിങ്ക് ആയിട്ടുണ്ട്. ലിങ്ക് ആയതുകൊണ്ട് തന്നെ PM കിസാൻ വെബ്സൈറ്റിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ സമയം തന്നെ അത് അപ്ഡേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയും ആ കാർഡ് എടുക്കുകയോ അതിനായിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെയുമില്ല. അത് കൈ സൂക്ഷിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ കതിറാപ്പ് എന്നൊരു നിർബന്ധം വന്നിരുന്നു PM കിസാൻ സമ്മാൻ നിധി ഇനി ലഭിക്കണമെങ്കിൽ കതിറാപ്പ് എടുക്കണം എന്നൊക്കെയുള്ളത്. ആ കതിറാപ്പ് PM കിസാൻ സമ്മാൻ നിധിയായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. അത് വെറുതെ എല്ലാവരും പോയി എടുത്തു എന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഇനിയിപ്പോൾ വരുന്ന കാർഡുകളൊക്കെ തന്നെയും കേരളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനായിട്ട് ലഭിക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡൊക്കെ ഉപകാരപ്പെടുന്നതാണ്. എന്തായാലും അത് PM കിസാൻ സമ്മാൻ നിധിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിതരണം ഫെബ്രുവരി മാർച്ച് മാസം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് മാത്രമായിരിക്കും വിതരണം. അതിന് മുമ്പേ ഒന്നും വിതരണങ്ങളൊന്നും ഇനിയിപ്പോൾ നടക്കുകയില്ല. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ നിരവധി വിഷയങ്ങളാണ് PM കിസാൻ സമ്മാൻ നിധിയിലുള്ളത്. അതെല്ലാം ഇനി കറക്റ്റ് ചെയ്ത് വെബ്സൈറ്റ് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇനി പഴയ രീതിയിൽ തന്നെ ഓർഡർ ആക്കിയിട്ട് മാത്രമേ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ വിതരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഫെബ്രുവരി മാർച്ച് മാസം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിതരണം പ്രതീക്ഷിച്ചിരിക്കുന്നവരും 21 മുടങ്ങിയിട്ടുള്ളവരും ഇനി ഇപ്പോൾ ലഭിക്കാനുള്ളവരും 2022 മുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ EKYC കറക്റ്റ് ആണോ എന്നുള്ളത്. എല്ലാവരും ഫോണിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ PM കിസാൻ ഗോൾ എന്നുള്ള ആപ്പ് കാണും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടായാലും നമുക്ക് അവിടെ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. EKYC ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ആദ്യമേ EKYC ചെയ്യാനായിട്ട് നിർദ്ദേശം വരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ EKYC നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഏത് സമയത്തും അത് ചേഞ്ച് ചെയ്യാം. 21ാമത്തെ ഗഡുവിതരണം നിരവധി ആൾക്കാർക്കാണ് മുടങ്ങിയത്. അത് EKYC ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഒത്തിരി പേർക്ക് മുടങ്ങിയിട്ടുള്ളത്. നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ യെസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരും പിന്നെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് EKYC എല്ലാം കറക്റ്റ് ആണെന്ന് ഓർക്കും. അങ്ങനെയല്ല, നിങ്ങളുടെ പ്ലേ സ്റ്റോർ വഴി നിങ്ങളുടെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും EKYC ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി, നമ്മുടെ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ PM കിസാൻ സമ്മാൻ നിധി നേരിട്ടാൽ ആദ്യം അവർ ചോദിക്കുന്നത് നമ്മുടെ ഫാർമർ ഐ ഡി ആണ്. അതുകൊണ്ട് തന്നെ PM കിസാന്റെ ഫാർമർ ഐ ഡി നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അത് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പെൻഡിങ് ആണെങ്കിൽ അപ്രൂവൽ ആക്കി എടുക്കണം. റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം കറക്റ്റാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്യുക. ബാങ്ക് ഏത് സമയത്തും മാറാം. ഇത്തവണ നിരവധി ആൾക്കാർക്കാണ് ബാങ്ക് ചേഞ്ച് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്കിന്റെ KYCയുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ബാങ്ക് റിജക്റ്റ് ആയി പോയാൽ വീണ്ടും നമുക്ക് ആ തുക വിതരണം മുടങ്ങുന്നതാണ്. നിലവിൽ ഇപ്പോൾ PFMS ഒക്കെ ഓപ്പൺ ആവുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഇനിയിപ്പോൾ ഏത് മെത്തേഡ് വഴിയാണ് പേയ്മെന്റ് ഒക്കെ വരിക എന്നുള്ള കാര്യം തന്നെ ഇനിയിപ്പോൾ വരും വഴിയെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റാക്കി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആർക്കും തുക വിതരണം മുടങ്ങില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.